ചിലപ്പോൾ ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല. അന്നൊക്കെ താങ്കൾ എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതിരുന്ന് പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു അത്? അവിടെ നിന്നാണ് ഒരു വലിയ ചാലഞ്ച് വന്നത്. എന്തായിരുന്നു? ഞാൻ വീട്ടിൽ വന്നിട്ട് ഉപ്പാനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോവാണ്. അപ്പോൾ എനിക്കറിയില്ല എന്താ അസുഖം എന്ന്. ഉപ്പാക്ക് അറിയാൻ തോന്നുന്നു. ഉപ്പ എന്നോട് പറഞ്ഞില്ല. എന്നെ അളിയനാണ് തോന്നുന്നു സംസാരിച്ചത്. എന്നിട്ട് പറഞ്ഞു ഉപ്പാക്ക് അസുഖമാണ്, ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ ക്യാൻസർ അദ്ദേഹം പറഞ്ഞില്ല താങ്കൾ? ഇല്ല, വീട്ടിലാരോടും വിഷമിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. 10 ബിസിനസ് പൊളിഞ്ഞു. 10 ബിസിനസ് പൊളിഞ്ഞു, കംപ്ലീറ്റ്ലി പൊളിഞ്ഞു. എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും? ഏകദേശം ഒരു 5 year 5 കോടി അതിനിടയിൽ നഷ്ടപ്പെട്ടു. ശരി, ഇതിൽ നിന്നൊക്കെ പിന്നെ എങ്ങനെയാണ് കരകയറി? ഏകദേശം 100 million ടേൺ ഓവറുള്ള കമ്പനി അന്ന് ബുക്സ് നോക്കിയപ്പോൾ ഒരു ഹ്യൂജ് മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും ഒക്കെ ഉള്ള കമ്പനീൻ്റെ ബുക്സ് എനിക്ക് മനസ്സിലായി. അവർ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചിരുന്നു. ഇല്ല, അവർ നമ്മളെ നോട്ട്ബുക്കിലാണ്, പുസ്തകത്തിൽ സ്റ്റോക്ക്. പക്ഷെ അതിന്റെ ഓണർക്ക് അറിയാം എത്ര സ്റ്റോക്ക് ഉണ്ട്. അത്രയും മൈൻഡ് അത്രയും ഇൻവോൾവ്. സിസ്റ്റം ഇല്ല, പ്രോസസ് ഇല്ല, അക്കൗണ്ട്സ് ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ അവരോട് എന്ത് ചെയ്യുക, നിങ്ങളൊരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്തത് ഞാനാണ്. ആ അക്കൗണ്ടന്റ് ഇപ്പോൾ അടുത്ത് ഫിനാൻസ് മാനേജറാണ്. ആ കമ്പനി ഇപ്പോൾ ഏകദേശം ഒരു 100 ഷോപ്പായോട്ടെ. ടാക്സ് കൺസൾട്ടൻസി ഫേം അങ്ങനെ 2018 തുടങ്ങുന്നു. പക്ഷേ അതിനുശേഷമാണ് കൊറോണ വന്നു. ഇപ്പോൾ 1000-ൽ പരം ക്ലയൻസ് ഉണ്ട്. എക്സലന്റ്. 1000-ൽ പരം കസ്റ്റമേഴ്സ് ഉണ്ട്. താങ്കൾ പണ്ട് മറ്റേ വിസിറ്റിംഗ് കാർഡ് ജ്യൂസ് കടയിൽ പോയി അന്നൊക്കെ അതിന് എന്ത് വരുമാനം കിട്ടുമായിരുന്നു? ഫീസ് എന്നൊക്കെ പറഞ്ഞ അന്ന് മന്ത്ലി 3 മാസത്തിലാണ് നമ്മൾ വാറ്റ് ചെയ്യേണ്ടത്. 100 dirhams ആണ് സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും അക്കൗണ്ട്സ് ആണ് മാർക്കറ്റിങ്ങിനേക്കാളും ഓപ്പറേഷൻ എല്ലാത്തിനും പണം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ. നമ്മുടെ നട്ടല് തന്നെ. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളാണ് നമ്മളെ കരുത്തരാക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് പഠനത്തിനായി വേറൊരു നഗരത്തിൽ പോവുക, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രവാസിയാവുക, കഠിനാധ്വാനം ചെയ്യുക, പിന്നീട് വളർച്ച നേടുക, പലരുടെയും സ്വപ്നമായിരിക്കാം ഇത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികൾ നിരവധി പേര് മിഡിൽ ഈസ്റ്റ് മുഴുവനുണ്ട്. അതിൽ ദുബായിൽ പോയി ഒരു ജോലി കണ്ടെത്തി പിന്നീട് അത് അവിടുത്തെ സംരംഭകരെ സഹായിക്കുന്ന ഒരു സംരംഭമാക്കി തീർത്ത ഒരു സ്റ്റാറുണ്ട്. എന്നോടൊപ്പം ഈ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ ദുൽഖിയാണ്. സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. നമ്മൾ കണ്ടുമുട്ടുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. IPA ഒരു മീറ്റിംഗിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ ഈഗിൾസുമായി ചേർന്ന് വന്നപ്പോൾ അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു താങ്കളുടെ സ്പാർക്കുള്ള ഒരു കഥ ഈ ഹോട്ട് സീറ്റിലിരുത്തി പ്രേക്ഷകരോട് പറയണമെന്ന്. താങ്ക് യു സോ മച്ച്. ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് കൊച്ചിയിലിരുന്ന് കഥ പറയുന്നതിൽ. താങ്കളുടെ നാട് എവിടെയാണ്? തിരൂര്, മലപ്പുറം ജില്ലയിൽ തിരൂര്. പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു, ബോയ്സ് ഹൈസ്കൂളിൽ. +2 വരെ അവിടെ ആയിരുന്നു. അതിനുശേഷം ഡിഗ്രി വളാഞ്ചേരിയിൽ. അതിനുശേഷം ബാംഗ്ലൂരേക്ക് CA ചെയ്യാൻ പോയി. CA ആണ് ചെയ്യാൻ പോയത്. താങ്കളുടെ മാതാപിതാക്കളൊക്കെ? ഉപ്പ പ്രവാസിയായിരുന്നു. അതിനു മുന്നേ മുംബൈയിലായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ബിസിനസ് തന്നെയായിരുന്നു, ട്രാവൽസ് ബിസിനസ്സായിരുന്നു. അതുകൂടാതെ വേറെ പല രൂപത്തിലുള്ള ബിസിനസ്സും ഉണ്ടായിരുന്നു. താങ്കളുടെ ദുൽഖി ജീവിതത്തിൻ്റെ തുടക്കം വളരെ സ്ട്രഗിൾ ആയിരുന്നു. അതെ. എന്തായിരുന്നു അത്? അത് ഉപ്പ ബിസിനസ്സുകാരനായതുകൊണ്ട് ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. എനിക്ക് ഓർമ്മയാണെങ്കിൽ 1994 ആ കാലഘട്ടങ്ങളിൽ ബിസിനസ് എല്ലാം വളരെ മോശമായി. ബിക്കോസ് ഉപ്പ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോൾ പിന്നെ ആ ഒരു ബിസിനസ് വീണ്ടും എടുത്ത് ചെയ്യാനുള്ള പേടിയാണോ എന്താണെന്നറിയില്ല. കുറേ വേറെ പല ബിസിനസ് നാട്ടിൽ ചെയ്തു. അതുമെല്ലാം ഉദ്ദേശ രീതിയിലുള്ളൊരു വിജയം കണ്ടെത്തിയില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു പ്രവാസിയായി ഒമാനിലേക്ക് പോയി. അവിടെയും 1-2 കാര്യങ്ങൾ ചെയ്തു. അതും വിജയിച്ചില്ല. വീണ്ടും നാട്ടിലേക്ക് വന്നു. ആ കാലഘട്ടങ്ങളിലാണ് എൻ്റെ സ്കൂൾ ജീവിതവും +2 അതിനുശേഷം ഡിഗ്രി വരെ പഠിക്കുന്നതൊക്കെ ആ കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഉപ്പ ബിസിനസ് ചെയ്തത് ഒന്ന് സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ബിസിനസ്സിൽ കുറേ നഷ്ടങ്ങൾ ഉണ്ടായി കാണും. ആ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ളൊരു സമയം കാര്യങ്ങളൊക്കെ നമുക്കുള്ളൊരു പക്വത ആയിട്ടില്ലല്ലോ. നമ്മൾ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ളൊരു വയസ്സായിട്ടില്ല. പിന്നെ ഒരു സ്കൂൾ ജീവിതമൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുന്നൊരു സമയം കൂടിയാണ്. ചിലപ്പോൾ ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല. അന്നൊക്കെ താങ്കൾ എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതിരുന്ന് പഠിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പോസ്റ്റിൽ നിന്ന് അടുത്ത് പോസ്റ്റിലേക്ക് ഒരു പോസ്റ്റ് വേണം വീട്ടിലേക്ക് കറണ്ട് കിട്ടണമെങ്കിൽ. ചെറിയൊരു വീട്. ആ വീട്ടിൽ ഓഫ് കോഴ്സ് അപ്പോൾ ട്രൈ ചെയ്തു. ഏകദേശം 10,000-25,000
ഇന്ത്യൻ റുപ്പീസാന്ന് തോന്നുന്നത് അന്ന്. അപ്പോൾ അത് അന്നൊരു വലിയ എമൗണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഓഫ് കോഴ്സ് അതൊരു ചെറിയ എമൗണ്ടായി കാണാം. പക്ഷെ അന്ന് അത് കുറേ ട്രൈ ചെയ്തു, നടന്നില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഡിഗ്രി വരെ ആ രൂപത്തിലായിരുന്നു പഠിച്ചിരുന്നത്. അത് ശരിക്കും ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു പഠിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ്. അവസ്ഥയിലായിരുന്നു. ആ ഒരു പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ചാലഞ്ചസ് ഏത് രൂപത്തിലുള്ളത് എടുത്തിട്ട് സാധാരണഗതിയിൽ നിങ്ങളുടെ തിരൂരും മലപ്പുറം ഭാഗത്തുള്ളവരൊക്കെ അന്നത്തെ കാലത്ത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പഠിക്കുക, പ്രവാസിയാവുക. അപ്പോൾ താങ്കളുടെ പിതാവ് എന്തുകൊണ്ടാണ് താങ്കളെ ഈ CA പഠിക്കാൻ വിട്ടത്? ഉപ്പ ഞാൻ +2 വരെ സയൻസ് ആയിരുന്നു. ആ. അപ്പോൾ ഉപ്പാക്ക് എൻ്റെ ഇഷ്ടമാണ് നമ്മളെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഫാദർ. പക്ഷെ പലർക്കും പല എതിർപ്പുകളും ഉണ്ടായിരുന്നെങ്കിൽ കൂടി അന്ന് CA എന്ന് പറയുന്നത് അത്യാവശ്യം സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കോഴ്സ് കൂടിയാണ്. കോച്ചിങ് സെൻറ്റേഴ്സ് വളരെ കുറവാണ്. ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ CAക്ക് പോയത്. എനിക്ക് വലിയ അന്ന് തന്നെ എനിക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ഒരു CEO ആവണം, ഒരു എയിം, ഒരു ഒബ്ജക്റ്റീവ് ഉള്ള ഒരു ഒരു ഇതിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഉപ്പാൻ്റെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി കൂടി ഉണ്ട് എൻ്റെ അടുത്തുള്ളത്. എനിക്കും അത് കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉപ്പാനോട് പറഞ്ഞു എനിക്ക് ഒന്നുകിൽ CA ചെയ്യണം അല്ലെങ്കിൽ എഞ്ചിനീയറിങ്. ഞാൻ ക്യാറ്റ് ചെയ്തു. ക്യാറ്റ് IIMൽ ട്രൈ ചെയ്തു. ഓഫ് കോഴ്സ് ഞാൻ കോച്ചിങ്ങിനൊന്നും പോകാത്തതുകൊണ്ട് ഞാൻ എൻറോൾ ഡിഫിക്കൽട്ട് ചെയ്തില്ല. ആയിരുന്നു അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണ്, അന്നത്തെ കാലത്തൊക്കെ നിങ്ങൾ തിരൂർ ഒരു പോളി ഉണ്ട് അല്ലേ? അതെ 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 പോളി അന്ന് ചെറുപ്പക്കാരൻ 10 കഴിഞ്ഞാൽ പോളി. പോളി അതാണ് എല്ലാവരും ചെയ്തിരുന്നത്. എൻ്റെ എന്നിട്ട് കുടുംബത്തിലുള്ള ഗൾഫിൽ എല്ലാവർക്കും പോളി 2 വർഷം 3 വർഷമുള്ളൂ പോളി. അപ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 15-18 വയസ്സാകുമ്പോഴത്തേന് ഫ്ലൈ ചെയ്യാം, ഗൾഫിൽ പോവാം. അവിടെ താങ്കൾക്ക് പിതാവ് ഒരു വിഷണറി ആയിരുന്നു, അതെ അതുകൊണ്ടാണ്. അതെ അതെ. പക്ഷെ ബാംഗ്ലൂർ അങ്ങനെ താങ്കൾ CA പഠിക്കാനെത്തി, CA ക്ലിയർ ചെയ്തോ? ഇല്ല, CA ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോൾ ഈ CA എൻട്രി ക്ലിയർ ചെയ്തിട്ട് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ബുക്ക് ചെയ്യായിരുന്നു 2013. അവിടെ നിന്നാണ് ഒരു വലിയ ചാലഞ്ച് ചാലഞ്ച് വന്നത്. ഉപ്പാക്ക് എന്തായിരുന്നു? ഉപ്പാക്ക് ഞാനവിടെ അതിലൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് ഉപ്പാനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കറിയില്ല എന്താ അസുഖം എന്ന്. ഉപ്പാക്ക് അറിയാതെ തോന്നുന്നു. ഉപ്പ എന്നോട് പറഞ്ഞില്ല. അതൊക്കെ ജീവിതത്തിൽ നമുക്കും ഒരു ഇൻസ്പയറിങ് ആണത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ അന്ന് ബാംഗ്ലൂർ എത്തി. വൈകിട്ട് എനിക്ക് കോള് വരികയാണ്. എന്നിട്ട് ഉപ്പ എൻ്റെ എളാപ്പ ആരാണെന്ന് എൻ്റെ അളിയനാണ് തോന്നുന്നു സംസാരിച്ചത്. എന്നിട്ട് പറഞ്ഞു ഉപ്പാക്ക് അസുഖമാണ്, ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ ക്യാൻസർ അദ്ദേഹം പറഞ്ഞില്ല താങ്കൾ? ഇല്ല, വീട്ടിലാരോടും വിഷമിക്കണ്ട എന്ന് അതെ, അതെ, അതെ. വിചാരിച്ചിട്ടുണ്ടാവും ഉപ്പ. അതെ, പറഞ്ഞില്ല, വീട്ടിലോട് ആരോടും പറഞ്ഞില്ല. അതിനുശേഷം വിത്തിൻ എ മന്ത് 45 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡോക്ടർ പറഞ്ഞിരുന്നു. അത് ആ ഒരു 1 മന്തോളം ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അതാണ് ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായി കാണുന്നത്. ആ ഒരു 45 ഡേയ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം പടച്ചോൻ്റെ അള്ളാൻ്റെ വിളി കേട്ടിട്ട് മരണപ്പെടുകയായിരുന്നു. അപ്പോൾ 2013 സംഭവിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് ഞാൻ പലരും പറഞ്ഞു യു ഹാവ് ടു സ്റ്റോപ്പ് എനിക്ക് സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ജീവിതത്തിൽ. ഇന്റർ പാസ്സായി ഫൈനൽ എഴുതിയിട്ടും ഇല്ല. അപ്പോൾ എന്താ ചെയ്തേ പിന്നെ? അത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എൻ്റെ ഉമ്മ പറഞ്ഞു എന്ത് നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. അപ്പോൾ ഞാൻ ബാക്ക് ടു ബാംഗ്ലൂർ പോയി. പക്ഷെ എനിക്ക് കുറേ ഓഫ് കോഴ്സ് വി ഹാവ് ടു ഫൈനാൻഷ്യലി ഒരു പ്രശ്നങ്ങൾ ഒന്ന് നിർബന്ധമായിട്ടും 2014 ഫെബ്രുവരിയിൽ ഞാനൊരു പ്രവാസിയായിട്ട് പോയി. പ്രവാസിയാവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ബാംഗ്ലൂരായിരുന്നു കംപ്ലീറ്റ്ലി പ്രാക്ടീസൊക്കെ ചെയ്തിട്ട്. അവിടെ ചെന്നിട്ട് എന്താ ചെയ്തേ? ആദ്യം ഒരു മന്തിലാണ്. ഇന്നുള്ള പോലെയല്ല, അന്ന് ആരും ഗൈഡൻസ് ഇല്ല, ഇതില്ല. നമ്മൾ ട്രാവൽസിൽ പോവുക. ഒരു 1 മന്തിനാണ് എന്തെടുത്തത്, വിസിറ്റ് വിസ എടുത്ത്. ആ വിസിറ്റ് വിസ എടുത്തിട്ട് അവിടെ എത്തി. ഞാൻ മറ്റുള്ളവരെ പോലെ എനിക്ക് നിർബന്ധമാണ് ജോലി കിട്ടൽ, വേറൊരു ഓപ്ഷനില്ല. ഞാൻ രാവിലെ ഒരു 3 മണി 2 മണിക്ക് നീച്ചിട്ട് അപ്ലൈ. അപ്പോൾ ഞാൻ കുറച്ച് പേരായിട്ട് കണക്റ്റഡ്, അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഏർലി അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളെ CV ഓപ്പൺ ചെയ്യുമ്പോൾ HRൻ്റെ മുന്നിൽ കിട്ടും. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ അവർ ഡൗൺലോഡ് ചെയ്യുന്ന CV നിങ്ങളുടേതാണെന്ന് വായിച്ചാൽ നിങ്ങൾ മാച്ച് ആണെങ്കിൽ ഈസി. അങ്ങനെ ഒരു 3-4 ഇൻ്റർവ്യൂ കിട്ടി. വൺ ഓഫ് ദ ടോപ്പ് 10 ഒരു ഓഡിറ്റ് ഫേമിൽ സീനിയർ ഓഡിറ്ററായിട്ട് 14 മുതൽ 16 വരെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു ദിവസം മുതൽ തന്നെ എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഓരോ ക്ലയൻസും ഇപ്പോഴും അതിൽ ഏകദേശം ഒരു 50% എൻ്റെ ക്ലയൻസായിട്ട് പല രൂപത്തിൽ തുടരുന്നു. 2014 ആദ്യത്തെ ആ ജോലി നന്നായി പോയി, നല്ല രീതിയിൽ. ആ ജോലിയിൽ 6 മാസം വരെ എൻ്റെ മാനേജർ എന്നോട് പറയായിരുന്നു. മാനേജറോട് ഇപ്പോഴും ഞാൻ വളരെയധികം സന്തോഷമുണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കും. പറയുന്നു നിൻ്റെ ടെർമിനേഷൻ ലെറ്റർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയും. എന്തെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരുള്ള അതേ സ്റ്റൈലാണ് ഇവിടെ വർക്ക്. കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സ്പീഡിൽ വേണം. ഏകദേശം 100ഓളം ഓഡിറ്റ് നമ്മൾ ചെയ്യണം ഒരു വർഷം. ആ 100ഓളം ഓഡിറ്റ് നമുക്കാകെ 220 ഡേയ്സേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡേ നൈറ്റ് വർക്ക് ചെയ്യുക. റൂമിലെത്തൽ അന്ന് തന്നെ ഏകദേശം 1 മണി 2 മണി ആവും. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായി.
ഒരു ആ ദിവസം ഒരു 10-18 മണിക്കൂർ മിനിമം വർക്ക് ചെയ്യേണ്ട വർക്ക് സാഹചര്യമാണ്. ചെയ്യേണ്ട സാഹചര്യം വന്നു. പക്ഷെ പിന്നെ നന്നായി അധ്വാനിച്ചു. അധ്വാനിച്ചു. വേറെ ഓപ്ഷനില്ല. കാരണം പണം വീട്ടിലെ ഉണ്ടാക്കണമെങ്കിൽ അധ്വാനിക്കണം. പരാധീനങ്ങളും അല്ലേ, അതെ, പ്രശ്നങ്ങളുണ്ട്. അതെ. പിന്നീട് അത് മാറിയോ ആ ജോലി? ആ പിന്നെ 2016 എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ അസറ്റ് മാനേജ്മെൻറ്റ്, സ്കൂൾ മാനേജ്മെൻറ്റ്, ഒരു ഫൈനാൻഷ്യൽ മാനേജറായിട്ട് ഒരു അവിടുത്തെ അക്കൗണ്ട്സും കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഒരു ജോലി കിട്ടിയത് 2016 മുതൽ 18 വരെ അവിടെ. ഈ കാലഘട്ടങ്ങളിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉള്ളതാണ്. ഈ ഒരു പീരീഡിൽ നമ്മൾ സമ്പാദിക്കും. ആ 14 എൻ്റെ കല്യാണം കഴിഞ്ഞു. 14 എൻ്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു. ഇതെല്ലാം ഒരു ഫൈനാൻഷ്യലി നമ്മൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ ഹ്യൂജ് ഫൈനാൻഷ്യൽ സൗണ്ട് അഥവാ നഷ്ടങ്ങളുടെ ഒരു, അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം 2016 വരെ ഉണ്ടായിരുന്നു. അത് ഫൈനാൻഷ്യലി എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. അതിനുശേഷം 1-2 ബിസിനസ്സും കാര്യങ്ങളൊക്കെ പല രൂപത്തിൽ പലരുമായിട്ട് പാർട്ണർഷിപ്പിലൂടെ. അതിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ആസ് എൻ ഇൻവെസ്റ്റ് ചെയ്യുക. നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോ? നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. 2016 നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. ആ എമൗണ്ട് ബിക്കോസ് എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത, എനിക്ക് അക്കൗണ്ട്സ് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, ഞാൻ ഫുള്ളി ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കാശ് പോയോ? കാശ് പോയില്ല. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു 70% റിട്ടേൺസ് തന്നുള്ളൂ. അത്രേ കിട്ടിയുള്ളൂ. പിന്നെ അടുത്ത ഇൻവെസ്റ്റ്മെന്റ് അടുത്ത ദുബായിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, നമ്മൾ കുറേ കണക്റ്റഡ് ആയാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. ഇൻവെസ്റ്റ്മെൻറ്റും ഡെയിലി. അപ്പോൾ ഇനീഷ്യലി ഞാൻ എൻ്റെ വൈഫ് വന്നപ്പോൾ താമസിച്ചിരുന്ന വില്ലയിലുള്ള അവരുമായിട്ടൊരു ബിസിനസ് ചെയ്തു. അതിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു. അതിനുശേഷം സ്കൂളിൽ പരിചയപ്പെട്ട വേറൊരു ഫിഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവരായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അത് നഷ്ടപ്പെട്ടു. പിന്നെ 2000 കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ കഫ്റ്റീരിയ, ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കഫേ ഹ്യൂജ്, അതിൽ ഞങ്ങൾ ഒരു ടീമായിട്ട് ഏകദേശം 1 CR ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതും നഷ്ടപ്പെട്ടു. ബിക്കോസ് നമുക്കറിയില്ല, നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ വരുന്നു, ബന്ധം ഉണ്ടാക്കുന്നു, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നു. പക്ഷെ അങ്ങനെ എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ട്? ഏകദേശം 10-12 ബിസിനസ്സിൽ നഷ്ടപ്പെട്ടു. ഏകദേശം 10 ബിസിനസ് പൊളിഞ്ഞു. 10 ബിസിനസ് പൊളിഞ്ഞു, കംപ്ലീറ്റ്ലി പൊളിഞ്ഞു. എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും? ഏകദേശം ഒരു 5 year 5 കോടി അതിനിടയിൽ നഷ്ടപ്പെട്ടു. ശരി, ഇതിൽ നിന്നൊക്കെ പിന്നെ എങ്ങനെയാണ് കരകയറിയത്? അതിനുശേഷമാണ് 2018 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ബിസിനസ് കൺസൾട്ടിങ്, ടാക്സ്, എൻ്റെ കോർ ഏരിയാസ് അതാണ്. പ്രൊഫഷണലി ഞാൻ അതിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, അക്കൗണ്ട്സ്, ഫൈനാൻസ് ആൻഡ് എവറിത്തിങ്. 2018 UAE വാറ്റ് വരുന്നത്. അതിനു മുന്നേ എക്സൈസ് 2018 ഗവൺമെന്റ് വാറ്റ് നിർബന്ധമാക്കി, ഓഡിറ്റ് നിർബന്ധമാക്കി, അക്കൗണ്ട്സ് നിർബന്ധമാക്കി അല്ലേ? 2018 മുതൽ 5% ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതെ, ടേണിംഗ് പോയിന്റ്. എന്നെ പോലെയുള്ള കുറേ, എനിക്ക് തോന്നുന്നു കുറേ ചാർട്ടേഡ് അക്കൗണ്ടൻസും കുറേ ഫേംസ് വന്നു. അപ്പോൾ ഇനീഷ്യലി നമുക്കൊരു ക്ലയൻസിനെ കിട്ടൽ ഈസി അല്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ക്ലയൻസ് ഉണ്ട് ഓൾറെഡി. ഞാൻ അന്ന് മുതൽ ചെയ്യുന്ന അക്കൗണ്ട്സ് ചെയ്യുന്ന ഒരു 5-6 ക്ലയൻസ് ഉണ്ട്. അതിനുശേഷം ഏകദേശം എനിക്ക് എൻ്റെ ഒരു പീരീഡ്, എനിക്കൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. 2018 മാർച്ച് വരെ എനിക്ക് നിർബന്ധമായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യണം, പ്രീവിയസ് കമ്പനി. ആ പീരീഡിൽ ഓഫീസിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് എൻ്റെ കാർഡും എൻ്റെ ബ്രൗസറും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൽ തുടങ്ങി. അത് ഷാർജയിലൊക്കെ ആണെങ്കിൽ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 3-4 കിലോമീറ്റർ നടക്കും. പിന്നെ എനിക്ക് തോന്നുന്ന റോളൊക്കെ പോയാൽ 1000-ൽ പരം ഷോപ്പുകളുണ്ട്, ചെറിയ കടകൾ, ജ്യൂസ് ഉണ്ട്, പർദ ഷോപ്പ്. ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. അപ്പം അവർ പഠിപ്പിക്കുക, അവരോട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുക. അത് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി മനസ്സിലാവില്ല, അവർ ആക്സെപ്റ്റ് അല്ല. ബിക്കോസ് അതൊരു പുതിയ കാര്യമാണ്. ടാക്സ് എന്ന് പറയുന്നത് 0 ആയിരുന്നു, ഒരു ടാക്സ് ഇല്ല. വലിയ ബാധകമാവുന്ന ഒരു തോന്നൽ വന്നിട്ടില്ല. അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല, അക്കൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. നമ്മൾ കൂടുതൽ ബിസിനസ്സും കണ്ടിരിക്കണേ. ഞാൻ ഒരു ഏകദേശം 100 മില്യൺ ടേൺ ഓവറുള്ള കമ്പനി അന്ന് ബുക്സ് നോക്കിയപ്പോൾ ഒരു ഹ്യൂജ് മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും ഒക്കെ ഉള്ള കമ്പനീൻ്റെ ബുക്സ് എനിക്ക് മനസ്സിലായത് അവർ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചിരുന്നത്. ഇല്ല, അവർ നമ്മളെ നോട്ട്ബുക്കിലാണ്, പുസ്തകത്തിൽ സ്റ്റോക്ക്. പക്ഷെ അതിൻ്റെ ഓണർക്ക് അറിയാം എത്ര സ്റ്റോക്ക് ഉണ്ട്. അത്രയും മൈൻഡ് അത്രയും ഇൻവോൾവ്. സിസ്റ്റം ഇല്ല, പ്രോസസ് ഇല്ല, അക്കൗണ്ട്സ് ഇല്ല. അവിടെ ഉള്ള. എന്നിട്ട് ഞാൻ പറഞ്ഞ അവരോട്, എന്ത് ചെയ്യുക, നിങ്ങളൊരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്തത് ഞാനാണ്. ആ അക്കൗണ്ടന്റ് ഇപ്പോൾ അടുത്ത് ഫിനാൻസ് മാനേജറാണ്. ആ കമ്പനി ഇപ്പോൾ ഏകദേശം ഒരു 100-100 ഷോപ്പായി ഇവിടെ. അപ്പോൾ 2018 താങ്കൾ ഈ തൊഴിലൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതെ അല്ലേ? എന്താണ് സ്ഥാപനത്തിന് പേരിട്ടത്? അന്ന് നമുക്ക് ദുബായിലൊരു UAE ഒരു നമ്മൾ നെയിം എടുക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. പല പേരും കൊടുത്തു, ഒരു 10-50 പേര് കൊടുത്തപ്പോൾ ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഉപ്പാൻ്റെ പേരുണ്ട്. എൻ്റെ ഉപ്പ അത്രയും
കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. ഉപ്പാൻ്റെ പേര് അബ്ദുൾ റഷീദ് എന്ന്, എൻ്റെ പേര് ദുൽക്കിഫിൽ എന്ന്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു നിങ്ങൾ പേരെന്താണെന്ന് ചോദിച്ചു എന്നോട്. അവിടുത്തെ ഒരു ലേഡിയായിരുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദുൽക്കിഫിൽ. ഉപ്പാൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു അബ്ദുൾ റഷീദ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്താൽ ഒന്ന് അറബിക്കാണ്, അറബിക്ക് പേരാണ്ട് പെട്ടെന്ന് ആ പേര് ഈസി ആയിട്ട് വേറെ ആരും ചെയ്യാത്തതുകൊണ്ട് കിട്ടും. എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻ യു ട്രൈ ദിസ് വൺ. അപ്പോൾ ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതാണ് ദുൽക്കിഫിൽ അബ്ദുൾ റഷീദ് ടാക്സ് കൺസൾട്ടൻറ്റ്, DARTC DATC എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2018 മുതൽ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ കോർ ബിസിനസ് ആയിട്ടുള്ള ടാക്സ് കൺസൾട്ടൻസി ഫേം അങ്ങനെ 2018 തുടങ്ങുന്നു. പക്ഷേ അതിനുശേഷമാണ് കൊറോണ വന്നു. ബിസിനസ് തുടങ്ങി ഒരു ക്ലയൻസൊക്കെ ആയി വന്നു, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ഏണിങ്സൊക്കെ വരലെടുത്തി ഒരു സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയത്. 2020 മാർച്ച് മുതൽ കൊറോണ വന്നു. ആ കൊറോണ വന്നതോടുകൂടി നമുക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്സ് കിട്ടണം. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ബിസിനസ് നടക്കുന്നില്ല. ഒരു ബിസിനസ്സും എല്ലാം ഇപ്പോൾ ഇവൻറ്റ്സൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. പിന്നെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ ടൈപ്പ് ബിസിനസ്സും കാര്യങ്ങളും മാത്രമാണ് കുറേയൊക്കെ ഒന്ന് അതായത് നമ്മളെല്ലാവരും ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്ത പോലെ തന്നെ അത് ഒരു 1.5 വർഷം നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് തോന്നിയത് എനിക്ക് ഇവിടെ നിന്നാൽ പോരാ. ബിക്കോസ് എൻ്റെ ക്ലയൻസ് എല്ലാം ബേസിക് ആയിരുന്നു. ഞാൻ ഈ പല രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് BNI ഉണ്ട്, IPA നമ്മൾ മീറ്റ് ചെയ്ത് IPA വൺ ഓഫ് ദ മലയാളികളുടെ ടോപ്പ് നെറ്റ്വർക്കിംഗ് ഫേമാണ്. അതിലും പിന്നെ മണി മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ നെറ്റ്വർക്ക്, പിന്നെ അതുകൂടാതെ തന്നെ പല നെറ്റ്വർക്കിൽ എവിടെ നെറ്റ്വർക്ക് കിട്ടണം അവിടെ എല്ലാം ഞാൻ പോയിട്ട് അവരായിട്ട് മീറ്റ് ചെയ്യും, 1-to-1 ചെയ്യും. 1-to-1 ചെയ്തിട്ട് അവരോട് ചോദിക്കും. ഓഫ് കോഴ്സ് ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് വർക്കൊന്നും തരില്ല. പിന്നെ അത് മീറ്റ് ചെയ്ത് അവർ റെഫർ ചെയ്ത് എനിക്ക് 1000-ൽ പരം ക്ലയൻസ് ഉണ്ട്. എക്സലന്റ്. 1000-ൽ പരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം ആ ക്ലയൻസ് പിന്നെ അതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള റവന്യൂ ജനറേഷൻ ഉള്ളത്. താങ്കൾ പണ്ട് മറ്റേ വിസിറ്റിംഗ് കാർഡ് ജ്യൂസ് കടയിൽ പോയി അന്നൊക്കെ അതിന് എന്ത് വരുമാനം കിട്ടുമായിരുന്നു? ഫീസ് എന്നൊക്കെ പറഞ്ഞ അന്ന് മന്ത്ലി 3 മാസത്തിലാണ് നമ്മൾ വാറ്റ് ചെയ്യേണ്ടത്. 100 dirhams ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കുറഞ്ഞിട്ട് 3 monthsന് 200 dirhams വരെ. പക്ഷെ നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 billion വരെ ടേൺ ഓവറുള്ള 500 million റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഓയിൽ ട്രേഡിങ് എല്ലാ രീതിയിലുള്ളതും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മേഖലകളിലാണ് ദുൽക്കി കൈവച്ചിരിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ സേവനങ്ങളാണ് ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ 2023 നമ്മൾ വേറൊരു ഫുഡ് സ്റ്റെപ്പ് ട്രേഡിങ് എൻ്റെ തന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ളൊരു വിജയം കണ്ടില്ല 2024. അതിനുശേഷം 2025 നമ്മളൊരു ഹോൾഡിംഗ് കമ്പനി എന്നുള്ള ഒരു രൂപത്തിലേക്ക് മാറുന്നത്. മൗച്ച് ഹോൾഡിംഗ് എന്ന് പറയുന്ന മൗച്ച് വേവ് നമ്മുടെ ഉദ്ദേശം തന്നെ അതാണ്. ഈ മാർക്കറ്റ് നമ്മുടെ ദുബായ് അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ഗ്ലോബലി നമ്മുടെ ഒരു സ്ട്രെങ്തായി മാറണം എന്നുള്ളൊരു രൂപത്തിലാണ് ഹോൾഡിംഗ് കമ്പനി തുടങ്ങി. ആ ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ 11 വെർട്ടിക്കൽസ് ഉണ്ട്. 11 വെർട്ടിക്കൽസ് ഉണ്ട്. 11 വെർട്ടിക്കൽസിലോട്ടൊക്കെ എങ്ങനെ എത്തി? അതിനും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്ലയൻസിനായിട്ട് കുറേ റിലേഷൻഷിപ്പ് വന്ന് അവർ പറയും എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം, എനിക്കൊരു ബാങ്കിൽ ഫിനാൻസ് വേണം, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ സ്റ്റാഫിൻ്റെ അവരെ ഒരു പുതിയ കമ്പനി ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ ട്രേഡ് ലൈസൻസ്, അല്ലെങ്കിൽ PRO വർക്ക്, ഇവരെ മാർക്കറ്റിംഗ്, ഇവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT സൊല്യൂഷൻസ്, ഇതെല്ലാം നമ്മളെ ദുബായിലുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മളോട് ആദ്യം ചോദിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ വെരി വെൽ കണക്റ്റഡ്. ഞാൻ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലുപരി ആ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് നോക്കും. ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഓഫ് കോഴ്സ് നെക്സ്റ്റ് മേ ബി ഒരു ഉദാഹരണം പറയാം. 2014 ഞാൻ ഓഡിറ്റ് ചെയ്ത 2 കമ്പനി ഉണ്ട്. ഏകദേശം അന്ന് 200 million ടേൺ ഓവർ കമ്പനി, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ. അത് എനിക്ക് കിട്ടിയത് 2024 തിരിച്ചു വന്നത് എൻ്റെ അടുത്ത്. അത് ഞാൻ എൻ്റെ വാട്സപ്പിലായി സാർ ഓവറിയു എന്നുള്ളൊരു മെസ്സേജ് അയക്കും. അത് അവർക്ക് ഏകദേശം 10ഓളം കമ്പനീസ് ഞാനിപ്പോൾ അവർ ഓഡിറ്റ് അസിസ്റ്റൻ്റ് ചെയ്ത്, പിന്നെ അവർ തന്നെ ഒരു ഡ്യൂ ഡെലിജൻസ്, ഒരു ബൈ ഔട്ട്, എന്തെങ്കിലും ബിസിനസ് ബൈ ഔട്ട് ചെയ്യണമെങ്കിലും എല്ലാവർക്കും ഞാനാണ് ചെയ്യുന്നത്. അത് അന്ന് 2014 നമ്മൾ ചെയ്തൊരു റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഈ ഓരോ വെർട്ടിക്കലും വരുന്നത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, ഒരു ക്ലയൻറ്റിന് വന്നത് എന്ന് പറയുന്നത് HR ആണ്. നമ്മൾ HR ചെയ്ത് കൊടുക്കുന്നുണ്ട്. HR എങ്ങനെ ചെയ്യുന്നത്? അവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് വേണം, അവർ ഹയർ ചെയ്തവരൊന്നും സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ റിക്രൂട്ടിങ് ചെയ്യൽ തുടങ്ങി. റിക്രൂട്ടിംഗ് ക്ലയന്റിന്റെ നീഡാണ് താങ്കളുടെ പുതിയ വെർട്ടിക്കൽ. എന്തൊക്കെ വെർട്ടിക്കലാണെന്നുള്ളത് നമ്മുടെ ടാക്സ്, ഓഡിറ്റ്, അക്കൗണ്ട്സ്, ഇത് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. അതുകൂടാതെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, IT ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിന് HR ചെയ്യുന്ന കമ്പനി ഫോർമേഷൻ, PRO, ഇതേപോലെ 11 ഉണ്ട്. അതിൽ തന്നെ ഞങ്ങൾ ഒന്നും കൂടി ഒരു AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ
നമ്മൾ ഡെവലപ്പ് പുതിയത് അതാണല്ലോ. അതെ, ഓഫ് കോഴ്സ് ഈ ടാക്സ് എന്ന് പറഞ്ഞു അതും ഒരു അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു നിശ അറിയാം. ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ രൂപത്തിൽ അത് ചെറിയ കടകളുണ്ടല്ലോ, ഗ്രോസറീസ്, നേരത്തെ പറഞ്ഞ ഷോപ്പ്, ജ്യൂസ് ഷോപ്പ്, അല്ലെങ്കിൽ പിന്നെ കഫ്റ്റീരിയ, അങ്ങനത്തെ കമ്പനി ചെറിയ ചെറിയ ഷോപ്പുകാർക്കൊന്നും അക്കൗണ്ടൻറ്റിന് അഫോർഡബിൾ ആവില്ല. ബിക്കോസ് ദെയർ ബിസിനസ് മാക്സിമം അവരുടെ ഏണിങ്സ് അതേ ഉണ്ടാവും. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞങ്ങളത് ഇനീഷ്യലി ഡെവലപ്പ് ചെയ്യുന്നത്. അത് കുറേ ഡ്രിവൺ ആയതുകൊണ്ട് OCR വെച്ച് കുറച്ച് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു ചാറ്റ് GPT എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 11ഓളം വെർട്ടിക്കിൾസ് ആയില്ലേ? അതെ, 11. ഈ കാലയളവിൽ ദുൽഖി വളരുകയായിരുന്നു. പഴയ കടങ്ങളൊക്കെ വീട്ടിയോ? കടങ്ങളൊക്കെ അൽഹംദുലില്ലാ വീട്ടി കഴിഞ്ഞു. ബിസിനസ് ഓഫ് കോഴ്സ് ബിസിനസ്സിൽ എല്ലാവർക്കും ഈ കൊടുക്കലും വാങ്ങലുകളും ഉണ്ടാവുമല്ലോ. അല്ലാത്ത കടങ്ങളെല്ലാം വീട്ടി തീർന്നു. അതൊന്നും അൽഹംദുലില്ലാ അതിന് അള്ളാഹിനോട് സ്തുതി പറയുന്നു. അതിലുപരി ദുബായ് എന്ന് പറയുന്ന സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന നഗരത്തിനോടും അവിടുത്തെ ഭരണാധികാരികളോടും വളരെ കൃതജ്ഞതയുണ്ട്. അവരാണ് നമ്മളെ 2018 അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് വളർച്ച ഉണ്ടായി. പക്ഷെ അത് ആവശ്യവുമാണ്. അത് തന്നെ എൻ്റെ അടുത്ത ചോദ്യം. പൊതുവേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ സംരംഭകർ അവരുടെ ലീസ്റ്റ് പ്രയോറിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം ഈ അക്കൗണ്ട്സ്, ഫിനാൻസ്, ടാക്സേഷൻ. കാരണം കച്ചവടം ചെയ്യുന്നവരെപ്പോഴും ഒരു 90% നല്ല ഷൂഡായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മനസ്സിൽ, താങ്കൾ പറഞ്ഞ് കറക്റ്റാണ്, അവർക്കറിയാം കഴിഞ്ഞ മാസം എന്ത് വിറ്റുവരം ഉണ്ടായിരുന്നു, എന്ത് ലാഭം ഉണ്ടായിരുന്നു. ഒരു സ്റ്റോക്ക് പോലെ ഇന്ന മൂലയ്ക്ക് ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെന്ന് പറയുന്ന സംരംഭകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വളർച്ചയുടെ ഭാഗമായി ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ പ്രശ്നങ്ങളാണ്. താങ്കളൊരു എക്സ്പേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള, ദുബായിലുള്ള ആ സംരംഭകരോട് ഇതിന് എത്ര ശ്രദ്ധ കൊടുക്കണം, എന്താണ് അവരോട് കൊടുക്കാനുള്ള ഉപദേശം? ഞാൻ എപ്പോഴും എൻ്റെ പുതിയ ക്ലയൻസ് ഒന്ന് ആദ്യം പറയുന്നത്, നിങ്ങൾ കമ്പനി ഫോം ചെയ്യുമ്പോൾ തന്നെ ഒരു അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങൾ അക്കൗണ്ട്സ് സർവീസ് എടുക്കുക. ബിക്കോസ് ചില കമ്പനീസ് മില്യൺസിൻ്റെ ട്രാൻസാക്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ആസ് എ ഓണർ നമുക്കറിയാം പ്രോഫിറ്റ് എത്രയും, പക്ഷേ നമ്മുടെ പ്രോഫിറ്റിൽ കൂടുതലാണ് പ്രോഫിറ്റ് എപ്പോഴും ഉണ്ടാവുക. 1 മില്യൺ ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റ് ആവില്ല 10 മില്യൺ ചെയ്യുമ്പോൾ. ഓഫ് കോഴ്സ് എന്താണ് ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ്. ഇതെല്ലാം ടെക്നിക്കലി വേർഡ് മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ഉദ്ദേശിക്കും. അപ്പോൾ എപ്പോഴും ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേമിൻ്റെ ഗ്രോത്ത്, കമ്പനിയുടെ ഗ്രോത്ത് അറ്റ്ലീസ്റ്റ് 1.5 ടൈംസ് ആവും. അതിലുപരി നിങ്ങൾക്ക് എപ്പോഴും എല്ലാ മന്ത്ലിയും ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും കമ്പയർ ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് പലർക്കും പല കണക്ക് കൂട്ടലും, പക്ഷേ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ടാക്സ് ആവില്ല നമ്മൾ കൊടുക്കേണ്ടത്. അതിനൊക്കെ ടാക്സ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ലെവലിലൊക്കെ നമുക്ക് ക്ലയൻസ് ഉള്ളവരൊക്കെ 2023 അവർ നമ്മളോട് വിളിച്ചിട്ട് പറയാം നമ്മൾ കംപ്ലീറ്റ് ടാക്സ് പ്ലാനിങ് വേണമെന്നാണ് പറയാം. അപ്പോൾ നമ്മൾ പറയും ഇന്ന രൂപത്തിലൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാം. നമ്മളൊന്നും റോങ് ആയിട്ട് ചെയ്യില്ല, ഈ രൂപത്തിൽ ചെയ്താൽ ഇതിൻ്റെ അക്കൗണ്ട്സ് വാല്യുവേഷൻ ചെയ്താൽ, ഒരു ബിൽഡിംഗ് എടുത്തെന്ന് കരുതാം, നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ 2023 24 ഉള്ളത്. അപ്പോൾ ഡിപ്രീഷിയേഷന് നമുക്ക് കോസ്റ്റ് വരും. അത് സെല്ല് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പല രൂപത്തിലുള്ള ഹെൽപ്പും കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അക്കൗണ്ട്സാണ് മാർക്കറ്റിങ്ങിനേക്കാളും ഓപ്പറേഷൻ അതിനൊക്കെ എല്ലാത്തിനും പണം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ. ഫിനാൻസ് നമ്മുടെ നട്ടെല്ല് തന്നെ. ഇവിടെ അടുത്ത ഇതിൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ മേഖലയിൽ തന്നെ താങ്കൾക്ക് ഏതൊക്കെ ഇൻഡസ്ട്രിയൽ ക്ലയൻസ് ഉണ്ട്? ദുബായിൽ ഓൾമോസ്റ്റ് ഓൾ ദ സർവീസ് സെക്ടേഴ്സ് ഉണ്ട്. ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്, ജ്വല്ലറി ആണെങ്കിലും. ഇപ്പോൾ സർവീസ് സെക്ടർ ഇപ്പം റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റിൽ നമ്മളിപ്പോൾ AML, ആൻറ്റി മണി ലോണ്ടറിങ് എന്നൊരു സർവീസും കൂടി കൊടുക്കുന്നുണ്ട്. അതിലുപരി ഓയിൽ ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്, ഡീസൽ ട്രേഡിംഗ് കമ്പനീസ്, അല്ലാതെ തന്നെ ഹോട്ടൽസ്, ടോപ്പ് ക്ലയൻസ് നമ്മളെ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലുണ്ട്. പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ നമ്മൾ മലബാർ വരെയുള്ള കുറേ ക്ലയൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ തന്നെയാണ് അവരെ ഇനീഷ്യൽ മുതൽ ടാക്സി രജിസ്റ്റർ ചെയ്തതും അവർക്ക് ടാക്സിനെ കുറിച്ചിട്ട് അവരുടെ വളർച്ചയുടെ ഭാഗമായത്. അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തു. അവരെന്നെ റെഫർ ചെയ്യുക. ഒരു പുതിയ ക്ലയൻസ് വരുമ്പോൾ അവരാ എൻ്റെ പേരെ പറയുക. അപ്പോൾ എനിക്ക് ദുബായിൽ മാത്രമല്ല, ഇപ്പോൾ ഈവൻ എൻ്റെ ക്ലയൻസ് പോർച്ചുഗീസ് വരെ ഉണ്ട്. പോർച്ചുഗീസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ബിസിനസ് ഇവിടുത്തെ കണക്ഷൻ അവരവിടെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ട്സ് നമ്മൾ ഇവിടുന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. അതെല്ലാം റിലേഷൻഷിപ്പാണ്. അപ്പോൾ ദുബായിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് കുറേ കീ ഏരിയാസ്, ഷിപ്പിംഗ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അതിൽ ക്ലയൻസ് ഉണ്ട്. അവരൊക്കെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. 500 മേഖലകളില്ല, എല്ലാ മേഖലകളിലും. എത്ര പേര് എംപ്ലോയീസ് ആയിട്ടുണ്ട്? ഇപ്പോൾ 20+ എംപ്ലോയീസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി
20+ എംപ്ലോയീസ് ആണ്. ഇറ്റ്സ് എ ബിഗ് തിങ്. ബിഗ് തിങ്. അവരെ സംബന്ധിച്ചിടത്തോളം താങ്ക് യു. ദുബായിൽ നമുക്കൊരു 20 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. പ്രത്യേകിച്ച് സർവീസ് സെക്ടറിൽ ചെറിയ സെക്ടറിൽ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവി സ്വപ്നം എന്ന് പറയുന്നത് ഈ ഹോൾഡിംഗ് കമ്പനീൻ്റെ അണ്ടറിൽ ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്ത് പറഞ്ഞില്ല, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. സ്കൂളാണ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങളെ വരെ ഒരു KG മുതൽ +2 വരെ അവരൊരു ഫേസ് ഉണ്ട്. ആ ഒരു ഫേസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മളെ എനർജി വളരെ ബൂസ്റ്റ് ചെയ്യും. അവിടെ നിന്നാണ് ഞാൻ കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. ആ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് ഒരു സ്കൂള്, ഹോസ്പിറ്റൽസ്, അതിൻ്റെ അണ്ടറിൽ കുറേ വെർട്ടിക്കൽസ്, ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങണം. അതിലുപരി ഇതേപോലെ കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻ നൽകണം എന്നുള്ള. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു, ഇപ്പോൾ ഫൈനാൻസ് അല്ല, അക്കൗണ്ട്സ് അല്ല, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വന്നു, പ്രൊഡക്ഷൻ വന്നു, HR വന്നു, ഈ കമ്പനി റിലേറ്റഡ് ഏത് സർവീസിലും നമുക്കതിനുള്ള, എനിക്ക് കഴിവില്ലെങ്കിൽ എൻ്റെ ടീമുണ്ട്, ആ ടീമിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അതിന് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ഡ്രൈവൻ ചെയ്യണതാവില്ല. അഥവാ നമ്മൾ മാറി നിന്നിട്ട്, ഇപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് പോന്നു, ഏകദേശം 1-2 ദിവസമായി. അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം. അതിന് GM ഉണ്ട്, അതിനൊരു മാനേജറുണ്ട്, അതിന് HR ഉണ്ട്, അതിനൊരു ഒരു പെർട്ടിക്കുലർ എൻ്റെ ഫേമിൽ തന്നെ കംപ്ലീറ്റ് ടീമുണ്ട്. മാർക്കറ്റിംഗ് പീപ്പിൾ റണ്ണിൽ നിന്ന് ഒരു സിസ്റ്റം റണ്ണിംഗ് റണ്ണിലേക്ക് ആയി മാറണം. എന്നാലാണ് ഫ്യൂച്ചർ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് അടുത്ത ചോദ്യവും. ദുൽക്കിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പഠിച്ചത് CA ആണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണ്. അതെ. പ്രവാസികൾ, അവിടെ സംരംഭകർക്ക് താങ്കൾ ആ മേഖലയിൽ ഫിനാൻസിലും ഇതിലൊക്കെ എന്താണ് ഇൻ ഫ്യൂച്ചർ സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്? ഫ്യൂച്ചർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് 1 ഇയറിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ദുബായ് ഒരു 2030 വരെ വിഷൻ അവർ ഓൾറെഡി പറഞ്ഞു. ഇതെല്ലാം ബേസിക്കലി എന്താണ്, ഫൈനാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളാണ്. ഒരു ബിസിനസ്സുകാരൻ നമ്മുടെ ബഡ്ജറ്റിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ കാര്യത്തിലും അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയുന്ന, ഒരു ടേൺ ഓവർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹയർ ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് പറ്റൂലേ, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോലത്തുള്ള കൺസൾട്ടൻറ്റുമാരുണ്ട്, അവരോട് അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് വന്നിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാൻ പറയും അക്കൗണ്ട്സ് കംപ്ലീറ്റ്. താങ്കളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറും കൂടിയാണ്. അഡ്വൈസർ. അതെ 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 അതോടൊപ്പം ഒരു മാനേജ്മെന്റിനെ ഗൈഡ് ചെയ്യുന്ന അഡ്വൈസും കൊടുക്കുന്നുണ്ട് അതെ അതെ അല്ലേ? അതെ. താങ്കൾ പഠിച്ചത് CA ആണ്, പക്ഷേ താങ്കൾ CA പാസ്സായിട്ടില്ല, ഇന്റർ വരെ പാസ്സായിട്ടുള്ളൂ. പക്ഷെ താങ്കളുടെ സ്ഥാപനത്തിൽ ചാർട്ടർ അക്കൗണ്ടൻസ് ഉണ്ടോ? അതെ അതെ, വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണല്ലോ ഒരു അതെ. ഓൺട്രപ്രണർഷിപ്പിന്റെ ത്രില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ ആ പഠിച്ചവരെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ ചെയ്യാൻ പറ്റുക, പറ്റുക, അതാണ് ഏറ്റവും നമ്മളൊരു വലിയ. ടീം മെമ്പർ ആവുക, അവരെയൊക്കെ ഒന്ന് ഗൈഡൻസ് കൊടുക്കുക, നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ നോളജ് ബേസ് മേ ബി എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും, അത് അവരെയൊക്കെ ഒന്ന് പഠിക്കുക, അവരുടെ കൂടെ ഇരുന്നിട്ട് ചെയ്യുക. ഒരു പ്രൊഫഷണലിസം ഓഫ് കോഴ്സ് നമ്മളെ സ്ഥാപനത്തിൽ പല രൂപത്തിലുള്ളവരുണ്ട്. അധികം ഹയർ ചെയ്യുന്നത് യങ് ജനറേഷൻ, ജെൻസി, നമ്മുടെ ജെൻസിയാണ്. ബിക്കോസ് അവർ കുറച്ചും കൂടി എംപ്ലോയി ടേൺ ഓവർ കൂടുതൽ, ടേൺ ഓവർ തന്നെ മൂവ്മെൻറ്റ് കൂടും. പക്ഷേ അവരെ ട്രെയിൻ ചെയ്തെടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവർ അഡോപ്റ്റഡ് ആണ്. ബിക്കോസ് ദ സിസ്റ്റത്തിനായിട്ട് അഡോപ്റ്റഡ് ആണ്. അവർ ഈസി അല്ല ഹാൻഡിൽ ചെയ്യാൻ. ചിലപ്പോൾ അവർ ഇമോഷണലി ഇത് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ദർ ഈസ് നോ ഓപ്ഷൻ. എന്നെ അവിടുന്ന് ഒഴിവാക്കിയാലും നമ്മൾ കാല് പിടിച്ച് അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ബിക്കോസ് ഞാനാണ് സർവൈവ് ചെയ്യേണ്ടത്, എൻ്റെ ഫാമിലീനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം, അതൊക്കെ അങ്ങനെ അന്നുള്ള കാലങ്ങളിൽ. പക്ഷേ ഇന്ന് കുട്ടികളൊക്കെ എല്ലാം മാറി, സോഷ്യലി ആയി, അവർക്ക് കുറേ കാര്യങ്ങൾ വ്യത്യാസങ്ങൾ വന്നു. എൻ്റെ ഓരോ താങ്കളുടെ സ്ഥാപനത്തിൽ ജെൻസീസ് ആണ് കൂടുതൽ, ഏജൻസീസ് എൻ്റെ താഴെയുള്ള എന്നെക്കാട്ടി ഏജ് ഏജ് കുറഞ്ഞവരാണ്. ഫാമിലിയും ബിസിനസ്സിലുണ്ടോ? വൈഫ് കംപ്ലീറ്റ്ലി കുട്ടികൾ 3 പേര്. വൈഫാണ് കംപ്ലീറ്റ്ലി ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. വെരി ഗുഡ്. 3 കുട്ടികൾ, 2 കുട്ടികൾ പെൺകുട്ടികളെ, മൂത്താൾ, ഇളയാൾ ഒരു ആൺകുട്ടിയാണ്. താങ്കളുടെ ആ സംരംഭം നിരവധി സംരംഭങ്ങളെ സഹായിക്കാനായി തയ്യാറെടുത്തുകൊണ്ട് ഒരു കൃത്യമായ വിഷനോടുകൂടി പ്ലാനോടുകൂടിയാണ് ദുൽഖി മുന്നോട്ട്. അതെ, വിഷനുണ്ട്, അതിനു വേണ്ടി ട്രൈ ചെയ്യുക. ഡ്രീം, എൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്ന സ്വപ്നം കാണുക, അതിനു വേണ്ടി ശ്രമിക്കുക, അത് അച്ചീവ് ചെയ്യുക. നിങ്ങൾ കേട്ടു ദുൽഖി എന്ന ഈ യുവ സംരംഭകൻ. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റായി നമ്മുടെ നാട്ടിൽ സേവനമനുഷ്ഠിക്കേണ്ട ഒരു വ്യക്തി ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളോടുകൂടി ഇവിടെ സംരംഭം തുടങ്ങിയേക്കാം. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ദുബായിലേക്ക് പറിച്ചു നടപ്പെടുന്നു. എന്നാൽ അവിടെ ചെന്ന് കഠിനാധ്വാനിയാണ്, നന്നായി അധ്വാനിച്ചൊരു ജോലി കണ്ടെത്തി അവിടെ വിജയം നേടി. അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ നോളജാണ്. അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റാണ് ഫിനാൻസിലും അക്കൗണ്ട്സിലും. ആ മേഖലയിൽ തന്നെ പിന്നീട്
സംരംഭം എന്ന് പറയുന്നത് ഒരു അവസരമാണ്. ചിലപ്പോൾ ഈ ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവസരമാണെന്ന് എഴുതി കൊണ്ടുവന്നല്ല തരിക. പെട്ടെന്നാണ് ദുബായ് ഗവൺമെൻറ്, അതായത് UAE, അവിടെ വാറ്റ് കൊണ്ടുവരുന്നതും അക്കൗണ്ടിങ്ങും ഇതൊക്കെ നിർബന്ധമാക്കുന്നതും. ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നോളജ് അവിടെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഇന്ന് 1000-ഓളം നല്ല സ്ഥാപനങ്ങൾക്ക് മികച്ച സേവനം കൊടുത്തുകൊണ്ട് കൈപിടിച്ച് അവരെ സഹായിക്കുന്നു. ഒരു സംരംഭം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം ഒരു സംരംഭം. അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻ ദുൽഖിയുടെ കയ്യിലുണ്ട്. അദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ കൂടിയാണ്. നിരവധി സംരംഭങ്ങളെ കൈപിടിച്ച് സഹായിക്കുന്നുമുണ്ട്. ഉണ്ടാവണം നമ്മുടെ നാട്ടിലുമൊക്കെ ഇത്തരം നല്ല സംരംഭകർ. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ തന്നെ നിരവധി സംരംഭകർ അവിടെ സഹായിക്കുന്നുണ്ട്. ദുൽഖി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ അവിടെ ചെന്ന് നന്നായി അധ്വാനിച്ച് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ, എന്നാൽ താങ്കളുടെ കടങ്ങളൊക്കെ വീടുകയും ചെയ്തു, താങ്കൾ വളരുകയും ചെയ്തു, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനുമായി. ഇനിയും പുതിയ ജെൻസി തലമുറയൊക്കെ വാർത്തെടുക്കുക. ഈ സ്പാർക്കിൻ്റെ വേദിയിൽ വന്നിരുന്ന് താങ്കളുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞതിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.